നോമ്പ് ചിന്ത 34-ാം ദിനം. ഹൃദയവഴി കാൽവരി. തയ്യാറാക്കിയത് ഫാദർ ഡോക്ടർ വി.പി. ജോസഫ് വലിയ വീട്ടിൽ, ഡയറക്ടർ കൃപാസനം. സുവിശേഷത്തിൻ്റെ ക്യാമറ. ഞാൻ ബലിയല്ല, സ്നേഹമാണ് ആഗ്രഹിക്കുന്നത്. ഹോസിയ 6:6. ബലികളുടെയും ആത്മീയ അനുഷ്ഠാനങ്ങളുടെയും പരിക്രമണത്തിനപ്പുറത്ത് അതിനെയെല്ലാം സ്വാർത്ഥകമാക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ സാക്ഷ്യജീവിതമാണ് യഥാർത്ഥ നോമ്പ് ചൈതന്യം. ഈ കാലത്ത് വായിക്കപ്പെടുന്ന മറ്റൊരു സുവിശേഷമാണ് ഫരിസേയനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ പോയ സന്ദർഭം. ഫരിസേയൻ താൻ ചെയ്ത എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ പറയുന്നു. ആഴ്ചയിൽ അദ്ദേഹം ഉപവസിക്കുന്നു, എല്ലാത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നു. ലൂക്ക 18:11-12. പക്ഷേ ആ ചുങ്കക്കാരനിലേക്കാണ് സുവിശേഷത്തിൻ്റെ ക്യാമറ തിരിയുന്നത്. ചുങ്കക്കാരൻ ദൂരെ നിന്ന് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാൻ പോലും യോഗ്യതയില്ലാതെ പറഞ്ഞു, കർത്താവേ, പാപിയായ എൻ്റെ മേൽ കനിയണമേ. തൻ്റെ പ്രവർത്തികളിൽ അദ്ദേഹം അവലംബം വയ്ക്കുന്നില്ല. സത്പ്രവർത്തികളെയും അദ്ദേഹം അവലംബമാക്കുന്നില്ല. സത്പ്രവർത്തികൾ കൊണ്ട് പാപം മറയ്ക്കാൻ പറ്റില്ല. സത്പ്രവർത്തികൾ എത്രയുണ്ടെങ്കിലും പാപത്തെ പാപമായി തിരിച്ചറിയുകയും അത് ഏറ്റുപറയുകയും ചെയ്യണമെന്നുകൂടി നോമ്പുകാലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ തൻ്റെ പാപാവസ്ഥകൾ ഏറ്റുപറയുന്ന അവൻ നീതീകരിക്കപ്പെട്ടവനായി എന്ന് പറയുമ്പോൾ ഫരിസേയൻ നീതീകരിക്കപ്പെട്ടിട്ടില്ല എന്നും ഈശോ പറയുന്നില്ല. അതേസമയം ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായി ചുങ്കക്കാരൻ വീട്ടിലേക്ക് മടങ്ങിയെന്ന് ഈശോ പറയുന്നു. ലൂക്ക 18:14. വചനത്തിൽ പറയുന്നത് അപ്പടി അനുസരിച്ച് ജീവിക്കുന്നത് കാരണം ഫരിസേയനെ പാപബോധം നഷ്ടപ്പെട്ടു എന്നതാണ് സത്യം. അതായത് വചനങ്ങൾ പാലിച്ച് ജീവിക്കുമ്പോൾ തങ്ങൾക്ക് പാപങ്ങൾ ഇല്ലല്ലോ എന്നുള്ള ചിന്ത ചിലർക്കുണ്ടാകും. ഞാൻ എന്തിനാണ് പള്ളിയിൽ പോകുന്നത്, എന്തിനാണ് കുമ്പസാരിക്കുന്നത്, ഞാൻ പാപമൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ചില വ്യക്തികൾ പറയും. ഒരുപക്ഷെ അവർ പാപം ചെയ്യാത്തതല്ല, പാപബോധം നഷ്ടപ്പെട്ടതാകാം. ഫരിസേയനും പാപബോധം നഷ്ടപ്പെട്ട ആളാണെന്ന് വേണേൽ പറയാം. ഇവിടെ ചുങ്കക്കാരൻ്റെ ഏറ്റുപറച്ചിൽ തന്നെയാണ് സുവിശേഷം വിലമതിക്കുന്നത്. ഏറ്റുപറയുന്നതിനൊപ്പം അത് വെറുത്തുപേക്ഷിക്കാൻ കൂടി സത്യസന്ധമായ മനസ്താപം നമ്മെ സഹായിക്കണം.